നമുക്കറിയാം, ജനതാദൾ സെക്കുലർ കേരളത്തിൽ പിളർന്നിരിക്കുകയാണ്. എന്താണ് അതിന് കാരണം? കാരണം ആ സെക്കുലർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പാടെ മറിച്ചുകൊണ്ടാണ് ഒരു മര്യാദയും കാണിക്കാതെ SD കുമാരസ്വാമി BJPയുമായി വർഗീയ കച്ചവടം ആരംഭിച്ചത്. BJP മന്ത്രിസഭയിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. JDS കേരളത്തിൽ പിളർന്നത് എല്ലാ രീതിയിലും അത്യന്താപേക്ഷിതമാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ദേവഗൗഡ തന്നെ പറഞ്ഞിട്ടുണ്ട്, കർണാടകത്തിൽ BJPയുമായി കൂട്ടുകെട്ടുണ്ടാക്കാൻ പിണറായി വിജയൻ്റെ പിന്തുണ ലഭിച്ചിരുന്നു. അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ഒരു പ്രശ്നവുമില്ലാതെ ഈ ഒരു തീരുമാനമെടുത്തത്. അപ്പോഴും കേരളത്തിലെ JDS പിളർന്നിട്ടില്ലായിരുന്നു. കൃഷ്ണൻകുട്ടി എന്ന ചിറ്റൂർ MLAയും അതുപോലെ തിരുവല്ല MLA ആയിട്ടുള്ള മാത്യു ടി തോമസുമാണ് JDSലെ അംഗങ്ങളായിരുന്നവർ. അവരാണ് പരസ്പരം തെറ്റിപ്പിരിഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് എത്തിയത്. ഇത് വളരെ മുമ്പേ ആവേണ്ടതായിരുന്നു എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട്. കാരണം കൃഷ്ണൻകുട്ടി ഒരു മര്യാദയും ഇല്ലാതെ മാത്യു ടി തോമസിനെ അള്ളുവയ്ക്കാൻ പല പദ്ധതികളും തയ്യാറാക്കുന്ന വ്യക്തിയാണ്. അണിയറയിൽ അതിനുവേണ്ടിയുള്ള കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നു. അല്ലെങ്കിലും കടൽ കിഴവന്മാർക്കൊക്കെ എപ്പോഴും അത്യാർത്തിയാണ്. വീണ്ടും വീണ്ടും കൃത്യമായും സ്ഥാനമാനങ്ങൾ കിട്ടണമെന്ന അത്യാർത്തി അത് വല്ലാതെ പിടികൂടിയിട്ടുണ്ട്. ഏതായാലും JDS പിളർന്നതുകൊണ്ട് വലിയ രീതിയിൽ വർഗീയതയുടെ കലാശക്കൊട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇനി JDSൻ്റെ ചിഹ്നത്തിൽ മത്സരിക്കുന്നത് BJPയുടെ സഖ്യകക്ഷി മാത്രമായിരിക്കും. കേരളത്തിൽ അങ്ങനെയില്ല എന്ന രീതിയിലേക്കൊക്കെയാണ് ചിന്ത വരുന്നത്. കൃഷ്ണൻകുട്ടി ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണെങ്കിൽ ഇടതുപക്ഷം അറിഞ്ഞോ അറിയാതെയോ കൃത്യമായും തീവ്ര വലതുപക്ഷ ഗ്രൂപ്പായ സംഘപരിവാറിനോടൊപ്പമാണ് എന്ന് വിശ്വസിക്കേണ്ടി വരും. അതുതന്നെയാണ് സത്യം. കേരളത്തിൽ നമുക്കറിയാം, BJPയും CPIMും ചേർന്ന് CJP എന്ന രീതിയിലാണ് വർഗീയ കച്ചവടം നടത്തുന്നത്. പല സീറ്റുകളും മറച്ചു വിൽക്കുന്നത്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പേരിലാണ് പിണറായി വിജയനും മകനും മകളും ഒന്നും അറസ്റ്റ് ചെയ്യപ്പെടാത്തത്. അല്ലെങ്കിൽ കേന്ദ്രം, രാമാനം ഇവരെയൊക്കെ വിലങ്ങ് വെച്ച് ഹാൻഡ് കഫ് ചെയ്ത് എപ്പോഴേ റോഡിലൂടെ നടത്തിയനെ എന്നാണ് പല നേതാക്കളും പറയുന്നത്. ഏതായാലും കൃത്യമായി പറഞ്ഞാൽ ശബരിമലയിൽ സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റാൻ ദേവസ്വം ഉദ്യോഗസ്ഥർ മുഴുവൻ അതിൻ്റെ പിന്നിൽ അവിടെ ക്ഷേത്രതന്ത്രിയോടൊപ്പം കൂട്ടുനിന്നു എന്ന തരത്തിൽ പുറത്തു വരുന്ന വാർത്തകൾ ഓരോ വ്യക്തികളെയും അന്താളിപ്പിൽ കൊണ്ട് നിർത്തുകയാണ്. ക്ഷേത്രം മുതൽ കട്ടുമുടിക്കുന്ന കുറേ വെള്ളാനകൾ ഇന്നും ഇതിനും മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പരാമർശം നിൽക്കവേ തന്നെ അതൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലാണ് ഈ സംഭവ വികാസങ്ങൾ. കേരളത്തിലെ ദേവസ്വം വകുപ്പ് തകർന്നുകൊണ്ടിരിക്കുന്നു. അതിനെ തകർക്കുന്നത് ഇടതുപക്ഷമാണ്. അതിലൂടെ ആരെയാണ് വളർത്തുന്നത്? BJPയാണ് വളർത്തുന്നത്. അപ്പോൾ ഇടതുപക്ഷം ചെയ്യുന്നതെല്ലാം എല്ലാ കാര്യങ്ങളും കാലാകാലങ്ങളിലായി BJPയുടെ വളർച്ചയ്ക്ക് ഗുണകരമാകുന്നു.